ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. രഹസ്യമായി UDF സ്ഥാനാർത്ഥിയെ പണം കൊടുത്ത് ഒതുക്കി പാലക്കാട് സീറ്റ് പിടിക്കാമെന്ന് കരുതിയ BJPക്ക് ഇരുട്ടടി കിട്ടിയിരിക്കുകയാണ്. രാത്രി വീട് കയറിയുള്ള BJPക്കാരുടെ നാടകത്തിന് തിരശീല വീണിരിക്കുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു പാലക്കാട് 50-ാം വാർഡിലെ സ്ഥാനാർത്ഥി രമേശിന്റെ വീട്ടിലെത്തി BJP നേതാക്കൾ ഭീഷണിപ്പെടുത്തിയത്. BJP മുൻ കൗൺസിലറായ സുനിൽ വീട്ടിലെത്തുകയും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർത്തു തരാമെന്നും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ ഭർത്താവിനോട് പറയണമെന്ന് ഭാര്യയോട് ആവശ്യപ്പെടുകയുമാണ് ചെയ്തത്. കേൾക്കേണ്ട താമസം സ്ഥാനാർത്ഥി മാധ്യമങ്ങളെയും നേതാക്കന്മാരെയും പോലീസിനെയും വിളിച്ച സീൻ തന്നെ മാറ്റിക്കളഞ്ഞു. ഒരു ഒത്തുതീർപ്പിനും പോയതല്ല, വോട്ട് ചോദിക്കാനാണ് പോയതെന്ന് BJP മുൻ കൗൺസിലറുടെ വക ഒരു ക്ലാരിഫിക്കേഷൻ കൂടി കിട്ടിയതോടെ രാത്രി നിങ്ങൾ എന്തിനാ വോട്ട് ചോദിക്കാൻ പോയി എന്ന ചോദ്യം അലയടിച്ചു. അതോടുകൂടി BJPക്കാരുടെ ആപ്പീസ് പൂട്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പോഴാ തെരഞ്ഞെടുപ്പ് ചൂടിനിടയിൽ വോട്ട് ചോദിക്കാൻ ഇറങ്ങുന്ന തിരക്കിനിടയിലും കേസും കൂട്ടവുമായിട്ട് പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങേണ്ട ഗതികേടിലേക്ക് BJP എത്തി നിൽക്കുകയാണ്. UDF സ്ഥാനാർത്ഥിയുടെ പരാതിയിൽ BJP നേതാക്കൾക്കെതിരെ കേസ് എടുത്തു കഴിഞ്ഞു. നഗരസഭാ അംഗം ജയലക്ഷ്മി, മുൻ കൗൺസിലറും നിലവിലെ BJP സ്ഥാനാർത്ഥിയുമായ സുനിൽ മോഹനും അടക്കം 4 പേർക്കെതിരെയാണ് പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് കേസെടുത്തത്. UDF സ്ഥാനാർത്ഥിയെ പ്രലോഭിപ്പിക്കാൻ നോക്കിയ രംഗത്തേക്ക് പാലക്കാട് MP ശ്രീകണ്ഠനും MLA രാഹുൽ മാങ്കൂട്ടും കൂടി എത്തിയതോടെ രംഗം കൂടുതൽ ഉഷാറായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ CPM-നെ ഒതുക്കാൻ നോക്കിയതുപോലെ ഒതുക്കാൻ നോക്കിയതാണ്, പക്ഷേ തിരിച്ചടിച്ചുപോയി. വിഷയത്തിൽ BJP നേതാക്കൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോൺഗ്രസ് പരാതി നൽകിയിട്ടുണ്ട്. LDF സ്ഥാനാർത്ഥിയുടെ പത്രിക പിൻവലിച്ചതോടെ വാർഡിൽ UDF NDA മത്സരമാണ് നടക്കുന്നത്. നിലവിലെ സ്ഥാനാർത്ഥിയും കൗൺസിലറും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന് VK ശ്രീകണ്ഠൻ MP ഇന്നലെ തന്നെ പ്രതികരിച്ചു. പലയിടത്തും BJPക്ക് സ്ഥാനാർത്ഥികൾ പോലും ഇല്ല എന്ന സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടം എഫക്ട് പാലക്കാട് അലയടിച്ച് കോർപ്പറേഷന് കയ്യിൽ നിന്ന് പോകുമെന്ന ഭയമായിരുന്നു BJPക്ക് ഇപ്പോൾ ഉള്ളത് എന്നതാണ് കാര്യം. CPM-കാരെ ചുമ്മാതെ ഒതുക്കിയതുപോലെ ഒതുക്കാമെന്നാണ് കോൺഗ്രസിന്റെ കാര്യത്തിൽ BJP കരുതിയത്. എന്നാൽ കോൺഗ്രസിന്റെ ഈ ചടുലമായ നീക്കം CPM-നെ ഞെട്ടിച്ചിരിക്കുകയാണ്. അതേസമയം പാലക്കാട് പലയിടത്തും സ്ഥാനാർത്ഥികൾ നിർത്താൻ പോലും BJPക്ക് കൊണ്ടായിട്ടില്ല. BJPക്ക് സാമാന്യം നല്ല വേരോട്ടമുള്ള പാലക്കാട് അടക്കം വടക്കൻ ജില്ലകളിലാണ് സ്ഥാനാർത്ഥി ക്ഷാമം നേരിടുന്നത്. പാലക്കാട്ടെ 11 ഗ്രാമപഞ്ചായത്തുകളിലെ 43 വാർഡുകളിൽ BJPയുടെ പൊടി പോലുമില്ല. ചിറ്റൂർ തത്തമംഗലം നഗരസഭയിൽ 5 വാർഡുകളിലും കാഞ്ഞിരപ്പുഴയിൽ 8 വാർഡുകളിലും മത്സരിക്കാൻ സ്ഥാനാർത്ഥികളേയില്ല. ഒപ്പം കഴിഞ്ഞ തവണ BJP മുഖ്യ പ്രതിപക്ഷമായിരുന്ന പുതുനഗരം പഞ്ചായത്തിൽ 4 വാർഡുകളിലും ആലത്തൂർ, ആലന്നൂർ പഞ്ചായത്തുകളിൽ 5 ഇടങ്ങളിലും സ്ഥാനാർത്ഥികളില്ല. വടകരപ്പന്തി, പുതുനഗരം, വണ്ടാഴി, പെരുമാട്ടി പഞ്ചായത്തുകളിൽ 4 വാർഡുകളിലും കാരാക്കുർശി, വടക്കാഞ്ചേരി പഞ്ചായത്തുകളിൽ 3 കിഴക്കാഞ്ചേരിയിൽ 2 മങ്കരയിൽ 1 BJPക്ക് സ്ഥാനാർത്ഥികളില്ല എന്നാണ് അറിയുന്നത്.